റെപ്പറ്റീഷൻ എന്തിനു വേണ്ടിയാ? മൈൻഡ് പ്ലസ് കുറെ അറിവ് പുതിയത് ഡെയിലി കൊടുക്കുന്ന ഒരു 45 മിനിറ്റ് ആകാൻ പാടില്ല. അറിവ് കിട്ടിക്കോട്ടെ, ദാറ്റ്സ് ഓക്കെ. നമ്മുടെ മെയിൻ ലക്ഷ്യം കുറെ അറിവ് തരികയല്ല, കിട്ടിയ അറിവിനെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന പരിശോധനയാണ്. അപ്പോൾ ഇതിനു മുൻപ് ഈ സെഷൻ ഞാൻ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. കിട്ടിയവർ ചോദിക്കണം, അതിനുശേഷം ഞാൻ എന്ത് ഇംപ്രൂവ് ചെയ്തു. സോ ദ കീ ടു എ ഹെൽത്തി ലൈഫ് ഇസ് ഹാവിങ് എ ഡാഷ്. ആ ഡാഷ് പ്രത്യേകിച്ചും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തവർ സ്വയം ഒന്ന് പൂരിപ്പിച്ച് നോക്കുക. എന്തായിരിക്കാം? അപ്പൊ പല ആൻസേഴ്സ് വരും. ഹെൽത്തി ലൈഫിന് എന്ത് വേണം? നല്ല ജോലി വേണം, നല്ല ആരോഗ്യം വേണം, നല്ല ബന്ധങ്ങൾ വേണം, നല്ല സൗന്ദര്യം വേണം, നല്ല അത് വേണം, നല്ല ഇത് വേണം, നല്ല കാലാവസ്ഥ വേണം. റിച്ചാർഡ് ഡേവിഡ്സൺ പറയുന്നു, ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായി വേണ്ടത് ഹാവിങ് എ ഹെൽതി മൈൻഡാണ്. മനസ്സ് ശരിക്കും ഹെൽത്തി ആണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതവും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോദ്യം, എൻ്റെ മൈൻഡ് ഹെൽത്തി ആണോ എന്നതാണ്. നമ്മൾ ആത്മപരിശോധന നടത്തുകയാണ് ഏതാനും കാര്യങ്ങളെ വെച്ചുകൊണ്ട്. ഡു യു ഹാവ് എ ഹെൽത്തി മൈൻഡ്? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗബാധിതരായിട്ടുണ്ട് എങ്കിൽ, രോഗമുണ്ട് നമ്മളെങ്ങനെ അറിയുക? ചില അടയാളങ്ങളിൽ കൂടിയ. ചുമയ്ക്കുന്നു, പനിക്കുന്നു, എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ആരോഗ്യമുള്ള മനസ്സുണ്ടോ എന്നതിനും ചില ലക്ഷണങ്ങളുണ്ട്, ആരോഗ്യക്കേടിനും ചില ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നൊന്ന് സിമ്പിളായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് ഒന്നാമത്തത് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഠനങ്ങളാണ്. അപ്പോൾ നമുക്കൊക്കെ ഗുണകരമാകട്ടെ. ഒന്നാമത്തത്, ആരോഗ്യമുള്ള മനസ്സുള്ള വ്യക്തി റിയലൈസസ് ഹിസ് ഓർ ഹെർ ഓൺ അബിലിറ്റീസ്. സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്ന വ്യക്തിയാണ്. അതാണ് ഒന്നാമത്തെ ലക്ഷണം. അപ്പോൾ സ്വയം ഒന്ന് പരിശോധിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര കഴിവുകൾ തെളിഞ്ഞു വരുന്നുണ്ട്? ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചോളൂ. നന്നായി പാചകം ചെയ്യാം, നല്ല ആതിഥ്യ മര്യാദയുണ്ട്, ലീഡർഷിപ്പ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തിയാണ്, നന്നായിട്ട് ആശയവിനിമയം നടത്താം, എഴുതുവാൻ കഴിവുണ്ട്, പാടുവാനുള്ള കഴിവുകളുണ്ട്, വരയ്ക്കുവാനുള്ളതുണ്ട്. നിങ്ങൾക്ക് എത്ര കഴിവുകളെ പറ്റി എണ്ണി എണ്ണി പറയുവാൻ സാധിക്കും? അതിന് ഫ്ലോയിൽ ഇങ്ങനെ വരണം. ഇതൊരു എക്സസൈസ് ആണ്. ഇത് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുകയും ചെയ്യണം. ഒരു 10-12 കഴിവുകൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരണം. എനിക്ക് ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കാൻ കഴിവുണ്ട്. എണ്ണി 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 വരണം. അപ്പോൾ എത്ര കഴിവുകൾ ഇങ്ങനെ ഫ്ലോയിൽ കിട്ടും? ഈ ഇത് സാധിക്കാത്ത വ്യക്തികൾക്ക് സ്റ്റക്കായി പോകും. ഒന്നോ രണ്ടോ കഴിവുകൾ പോലും ദൃഢമായി പറയാൻ സാധിക്കില്ല അവർ. അപ്പോൾ 5-ൽ മാർക്കിട്ടാൽ ഇതിന് നിങ്ങൾക്ക് എത്ര മാർക്കിടും? സ്വന്തം കഴിവുകളെ പറ്റിയുള്ള ബോധ്യം. നമ്പർ 2. സോ ഇത് കണ്ടുപിടിക്കേണ്ട രീതി ഇങ്ങനെയാ. ബുക്കിൽ ഇത് ഫില്ല് ചെയ്യുക. ഐ എം ഗുഡ് അറ്റ്. എന്തിലൊക്കെ ഗുഡ് അറ്റ്? ഐ ക്യാൻ. എത്ര ക്യാൻ എഴുതാൻ പറ്റും? ഐ ഹാവ് ഗുഡ് മെമ്മറി, ഗുഡ് വോയിസ്, ഗുഡ് റിലേഷൻഷിപ്പ്. ഐ എം ഏബിൾ ടു. എന്തൊക്കെ ഏബിൾ ടു ഫില്ല് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ കാര്യം, ക്യാൻ കോപ്പ് വിത്ത് ദ നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളുണ്ട്. ഇന്നത്തെ ഇൻട്രൊഡക്ഷൻസ് വികാസ് സൂചിപ്പിച്ചു. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും അവിചാരിതമായി ഉണ്ടാകുന്ന നമ്മൾ പിന്നീട് കാണാൻ പോകുന്നുണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്, നോർമൽ സ്ട്രെസ്സുകൾ ഉണ്ടാകാറില്ലേ? ഉണ്ട്. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പരീക്ഷ നന്നായി പഠിച്ചു പോയതാ, എക്സാമിനേഷൻ ഹാളിൽ ചെന്നപ്പോൾ അത് മറന്നുപോയി അല്ലെ? നോർമൽ സ്ട്രെസ് ആണ്. കുറെ പേർക്ക് സംഭവിച്ചിട്ടില്ലേ? See, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പേഴ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേന എടുത്തിട്ടുണ്ട്, പോയി അവിടെ എത്തിപ്പഴ പിടിയിട്ട് പേഴ്സും ഇല്ല, അത്യാവശ്യം വേണ്ട പേനയും ഇല്ല. See, it can cause a stress. അല്ലെങ്കിൽ
നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതായിരുന്നു എവിടെയോ പോയപ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ്, എടുത്തില്ല. ഇറ്റ് ക്യാൻ കോസ് സ്ട്രെസ്. നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫാണ് കേട്ടോ, നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സുകളാണ്. ചായ ഉണ്ടാക്കിയപ്പോൾ അത് ഒന്നുകിൽ കട്ടി കൂടിപ്പോയി, മധുരം കൂടിപ്പോയി, അല്ലെങ്കിൽ ചായക്കകത്ത് ഇട്ടത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പായി പോയി എന്ന് വിചാരിച്ചോളൂ. ദോശ കരിഞ്ഞുപോയി, എന്താ ചെയ്യാ അല്ലേ? എന്താ ചെയ്യാ? അപ്പൊ ഇതെല്ലാം നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫാ. അപ്പോൾ നിങ്ങൾ തല ഭിത്തിക്കിട്ടിടിക്കുവോ? ഇതാണ് ചോദ്യം. ഇതൊക്കെ റെഗുലറായി സംഭവിക്കുന്ന സാധനങ്ങളാണ്. ഒരു ബസ് കൈ കാണിച്ച് നിർത്തിയില്ല, ഉടനെ തന്നെ ജീവിതം തീർന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ക്യാൻ യു കോപ്പ് വിത്ത് നോർമൽ സ്ട്രെസ്സസ് ഓഫ് ലൈഫ്? 5 മാർക്ക് ഇടണേ. എന്റെ സ്റ്റുഡൻസ് കുറച്ച് തന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു എക്സാമ്പിൾ സൂചിപ്പിക്കുക. അത് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് 1-2 ഹോസ്റ്റലുകൾ പെട്ടെന്ന് ഹോസ്റ്റൽ നടത്തിപ്പുകാരുടെ ഭാഗത്ത് കൊണ്ട് നിർത്തേണ്ടി വന്നു. ഇന്നലെ രാവിലെ മെഡിറ്റേഷൻ നടക്കുമ്പോഴാണ് ഒരു ഹോസ്റ്റലിൽ നിന്ന് ഞാൻ മെഡിറ്റേഷൻ അറ്റൻഡ് എനിക്ക് ഫോൺ വന്നു, സാറേ ഞങ്ങളുടെ ഹോസ്റ്റൽ പ്രശ്നമാണ്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു കൂളായിട്ടിരിക്കും, അല്ലാതെ ഇപ്പൊ എന്താ പറയാ അല്ലേ? വരുന്നത് പോലെ. പക്ഷെ അതിൽ കുറെ അധികം കുട്ടികൾ കൂളായിട്ട് ഇന്നലെയും ക്ലാസ്സിൽ വന്നു. പക്ഷെ കുറച്ചു പേരെന്ത് ചെയ്തു? അങ്ങനെ ഇരുന്ന് വേദനിച്ച് വിഷമിച്ച് തലതല്ലി ഇരിക്കുകയാണ്. റൈറ്റ്. ഇനി നോർമലായിട്ട് എടുത്തു വരും, അസ്വസ്ഥമായവരും രണ്ടു കൂട്ടരും ഇന്ന് ഹാപ്പിയാ. കാരണം ആ പ്രശ്നം ഇന്നലെ വൈകുന്നേരം സോൾവ് ചെയ്തു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പൊ മുതിർന്നവരും വിദ്യാർത്ഥികൾ ഞാൻ പറയാൻ കാരണം, നമ്മുടെ പ്രോഗ്രാം കുറച്ചധികം വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളാണ് മൈൻഡ് പ്ലസ് ഡെയിലി അറ്റൻഡ് ചെയ്യേണ്ടവർ. നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഇന്ന് വികാസ് പറഞ്ഞ മാതിരി എന്ത് കൊടുങ്കാറ്റടിച്ചാലും മറിഞ്ഞു വീഴാത്ത മരങ്ങളായിട്ട് മാറും. ഇതാണ് ഞങ്ങളുടെ മുതിർന്നവരുടെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള മെഡിറ്റേഷൻ ഉണ്ട്. വിവിധങ്ങളായ റിലാക്സേഷൻ പ്രാക്ടീസസ് ഇന്നലെ മിനിയാന്നൊക്കെ ഉണ്ടായിരുന്നു. ബി റിയലിസ്റ്റിക്. യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാതിരി എല്ലാം കാര്യങ്ങൾ നടക്കണം എന്നില്ല. അത് റിയലിസ്റ്റിക്കാ. നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പണവും ഭയങ്കര റിട്ടേൺസ് കിട്ടണോ? ഒരു നിർബന്ധമില്ല. നിങ്ങൾ കൂടെ നടക്കുന്ന എല്ലാവരും നിങ്ങൾ എന്നും പൊക്കിക്കൊണ്ട് നടക്കണോ? ഒരു നിർബന്ധമില്ല. അപ്പോൾ മൂന്നാമത്തത്, അടുത്തത് ചെയ്യേണ്ടത്, പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ എടുത്തുകൊള്ളണം. അതെന്തുമാകട്ടെ. സ്ട്രെസ്സസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ഉടനെ തന്നെ ഒരു നല്ല ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാളെ മീറ്റ് ചെയ്ത്, ഒരു കൗൺസിലറെ, വേണ്ടി വന്നാൽ സൈക്കോളജിസ്റ്റിനെ ചർച്ച ചെയ്യണം. എനിക്കിങ്ങനെ ഇങ്ങനെ ഒക്കെ ഫീല് ചെയ്യുന്നുണ്ട്, ഞാൻ ആടി ഉലയുന്നുണ്ട്, ഒടിഞ്ഞു വീഴുമോ എന്നൊരു സംശയമുണ്ട്. പറയണം, നമ്മൾ പറയണം. മൂന്നാമത്തത് ലക്ഷണമാണ് ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി. എന്താ പ്രൊഡക്റ്റീവ്ലി ഫ്രൂട്ട്ഫുള്ളി? നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അത് പ്രൊഡക്റ്റീവും ഫ്രൂട്ട്ഫുള്ളുമാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആരാ? മൈൻഡ് ഹെൽത്തിയാ. ഇന്നലെ മിനിയാന്നും 4 നാളും ഒക്കെ ഒന്ന് പരിശോധിച്ച്, കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു, അത് പൊതുവെ പ്രൊഡക്റ്റീവ് ആയിരുന്നുവോ? റിസൾട്ട് ഉണ്ടാക്കിയോ? അത് ഗുണകരമായിരുന്നു, ഫ്രൂട്ട്ഫുൾ ആയിരുന്നുവോ? അതോ കഷ്ടപ്പെട്ട് കുറെ പണി ചെയ്തു, അസ്വസ്ഥതകളായിരുന്നു അനന്തരഫലം? പണവും നഷ്ടപ്പെട്ടു, സൽപ്പേരും നഷ്ടപ്പെട്ടു, റിസോഴ്സ് നഷ്ടപ്പെട്ടു, എന്നെ കുറെ പേര് കുറ്റപ്പെടുത്തി. തന്നെ എന്തിനാ ഇവിടെ താനെന്തിനാ ജോലിക്ക് വരുന്നെന്ന് പോലും എന്നോട് ചോദിച്ചു പോയി. അതിന്റെ അർത്ഥം ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതല്ല, മൈൻഡ് ഹെൽത്തി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ 5-ൽ മാർക്കിട്ടാൽ എത്ര മാർക്കിടും? കഴിഞ്ഞ 2-3 ആഴ്ചത്തേക്ക് പുറകോട്ട് നോക്കൂ. ചെയ്യേണ്ട കാര്യം, ഷാർപ്പൻ യുവർ സ്കിൽസ്. ചിലപ്പോൾ എനിക്കൊരു കാര്യം കൃത്യമായി നന്നായി ചെയ്യാൻ പറ്റാത്തത് എന്റെ സ്കിൽ എനിക്ക് കുറവുള്ളത് കാരണമാകാം. എക്സാമ്പിൾ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള സ്കില്ല് കുറവാ, പോയി പഠിക്കുക. കമ്മ്യൂണിക്കേഷൻ നടത്താൻ സ്കില്ല് കുറവാ, നിങ്ങൾക്കാണെങ്കിൽ ആളുകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും ചെറു ചെറു മീറ്റിങ്ങുകളിൽ ടോക്ക് കൊടുക്കുകയും ചെയ്യണം. അറ്റൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. ലേൺ ടൈം മാനേജ്മെന്റ് സ്കിൽസ്. ഒരാഴ്ച മുൻപ് ശ്രീ അജിത് കുമാർ എടുത്തിരുന്നു ടൈം മാനേജ്മെന്റ്. ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ.
ഇംപ്രൂവ് യുവർ ഡ്രൈവിംഗ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്. അങ്ങനെ പ്രൊഡക്റ്റീവ് ആകണം, ഫ്രൂട്ട്ഫുൾ ആകണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഹൈ ഫീലിംഗ് ഉണ്ടാകും. അത് നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു ആശ്വാസമുണ്ട്. പുതിയ സ്കില്ല് പഠിക്കണം, കണ്ടിന്യൂസ് ലേണിംഗ്. അപ്പോൾ 5-ൽ മാർക്കിട്ടാൽ എത്ര മാർക്കിടും എന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യാറുണ്ടോ? പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാറുണ്ടോ? നമ്പർ 4, ഏബിൾ ടു മേക്ക് എ കൺട്രിബ്യൂഷൻ ടു ഹിസ് ഓർ ഹെർ ഓൺ കമ്മ്യൂണിറ്റി. ഈ കൂട്ടം ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മൈൻഡ് ഹെൽത്തി ആയിരിക്കുന്ന ആളുകൾക്ക് എന്തെന്നറിയോ? അവർ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഗുണകരമായ പലതും കൺട്രിബ്യൂട്ട് ചെയ്യും. പലതരം വ്യക്തികളുണ്ട്. ഒരു കൂട്ടം വ്യക്തികൾ അവർ കമ്മ്യൂണിറ്റിയെ പറ്റി ബോധേടേയല്ല. എല്ലാം വലിച്ചെടുക്കും സമൂഹത്തിൽ നിന്ന്, ഒന്നും പുറമേക്ക് കൊടുക്കില്ല. ചിലരുണ്ട് സ്വന്തം വീട്ടുകാർക്ക് മാത്രം കൊടുക്കും, ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം വാരി കോരി കൊടുക്കും, വേറെ ആർക്കും കൊടുക്കില്ല. ഹെൽത്തി മൈൻഡിന്റെ ആളുകൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് എവിടെയാണോ ആ ഏരിയ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. ജോലി ചെയ്യുന്നവർ, ജോലി സ്ഥലം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. എത്ര കൺട്രിബ്യൂഷൻ കൊടുത്തു കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും? ചോദിക്കുക, നടപടികൾ എടുക്കണം. ഇത് മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യും. ബി ആൾട്രുയിസ്റ്റിക്. ആൾട്രുയിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്റെ സുഖസൗകര്യങ്ങൾ നോക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് ആൾട്രുയിസ്റ്റിക്. ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ ചെയ്തു തുടങ്ങിക്കോളൂ. ബിലോങ് ടു. നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം, ഐ ബിലോങ് ടു സർട്ടൻ കമ്മ്യൂണിറ്റീസ്. അത് സാമൂഹ്യ പ്രവർത്തനമാകാം, ചിലപ്പോൾ അത് ചില റിലീജിയസ് സോഷ്യൽ കമ്മ്യൂണിറ്റീസ് ഉണ്ടാകാം. എല്ലാ മതങ്ങളിലുമുണ്ട്. നാം സൊസൈറ്റി മതം ഓർഗനൈസ് ചെയ്യുന്നതാണ്, പക്ഷെ അത് സമൂഹത്തിന് വേണ്ടിയാണ്. ഇല്ലാത്തവര് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ബിലോങ് ചെയ്യണം. ഷെയർ ആൻഡ് കെയർ. ആരുടെയും പെർമിഷൻ വേണ്ട അല്ലെ? ഒന്ന് കെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്കൊക്കെ സാധിക്കും. അനന്തരഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ കണ്ടു. 4-ലും 5-ൽ മാർക്കിട്ടാൽ എത്ര മാർക്ക് വെച്ച് കിട്ടും എന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് ഹെൽതി മൈൻഡുള്ള വ്യക്തിക്ക് മാത്രമേ പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഞാൻ ഈ ചിത്രം ഒന്നുകൂടി കാണിക്കാൻ കാരണം, നോർമൽ സ്ട്രെസ്സസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമേ ഒരു ക്രൈസിസ് വരുമ്പോൾ മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോവിഡ് വന്നു പോയിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ. ആരൊക്കെയാ കോവിഡിൽ മറിഞ്ഞു വീണ മരങ്ങൾ? ആരൊക്കെയാ? നോർമൽ ചെറിയ കാറ്റടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരാ കോവിഡിന്റെ വന്നപ്പോഴേ മറിഞ്ഞ് കെട്ടി വീണു അല്ലേ? അപ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ ടെസ്റ്റിംഗ് ചെറിയ ചെറിയ കാറ്റുകളാണ്.